പിന്നെന്താ രാവിലെ തന്നെ മുടിയൻ ചേട്ടനെ തപ്പി നടക്കണേ? നിന്നെ വിളിച്ച് മടുത്ത് കാണും, അതുകൊണ്ടായിരിക്കും. തമാശ പറഞ്ഞതാണോ ചേച്ചി? അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. ചേച്ചി, ചേട്ടൻ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ എനിക്കറിയില്ല, അവിടെ ഇല്ലേ? അല്ല, സാധാരണ ഈ സമയം അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ്. നിനക്ക് ചേട്ടനെ കാണുന്ന അത്രയ്ക്ക് നിർബന്ധമാണോ? നിർബന്ധമായിട്ടല്ലേ കിടന്ന് വിളിച്ചോണ്ട് നടന്നേ. അന്ന് ഏതെങ്കിലും കോളേജിന് മുമ്പിൽ പോയി നോക്കുക, അവിടെ വായി നോക്കി കണ്ടോ? എടാ, ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലടാ. ഏതെങ്കിലും പെണ്ണിനെ വിളിക്കാൻ വേണ്ടി ഏതെങ്കിലും കോളേജിന്റെ മുന്നിൽ വായി നോക്കി കണ്ടോ? പറഞ്ഞോളന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നില്ലേ? ചേച്ചി, ചേച്ചിയുടെ ഫോണും തരൂ. എന്തിന്? ഒരാൾക്ക് മെസ്സേജ് അയക്കാനാ. അതാർക്കാടാ? നീ ഉദ്ദേശിച്ച ആൾക്ക് തന്നെ, അനീനയ്ക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ ബൈ കേശു. ബൈ കേശു എന്ന് മാത്രാക്കണ്ട, ലച്ചുന്നും മുടിയണ്ണും ശിവാന്നും പാർക്കുട്ടിന്ന് വരെ എഴുതിക്കടാ. കുടുംബക്കാരുടെ പേര് മൊത്തം എഴുതി നോക്കി. ഇത് എന്തോന്ന്? അമ്പല കമ്മിറ്റിയുടെ നോട്ടീസാ. ബൈ കേശു, അത് മതി. അങ്ങനെ എങ്ങാനൊരു മെസ്സേജ് നീ അവൾക്ക് അയച്ചു നീ അറിഞ്ഞ കേശു, നീ തീർന്നടാ. നീ നോയിക്കോ. ഭീഷണിയാണോ? ഭീഷണി അങ്ങനെ കൂട്ടിക്കോ. ചേച്ചി, ഞാനായിട്ടൊരു രക്തപ്പോയി ഇവിടെ ഒഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടു കൈ കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവും. പാവം കേശു, അവൻ പാവം നല്ല വില്ലനാ, വില്ലൻ. ചേച്ചിക്ക് അറിയോ അവൻ എന്തിനാ മുടിയൻ ചേട്ടനെ തപ്പിക്കൊണ്ട് നടന്നേന്ന്? എന്തിനാണാവോ? എന്റെ ചേച്ചി ചേട്ടന്റെ ഫോണിൽ നിന്ന് അലിനയ്ക്ക് വാലന്റൈൻസ് ഡേ മെസ്സേജ് അയക്കാൻ ഞാൻ സമ്മതിക്കോ? ആദ്യം ഇംഗ്ലീഷുകാരെ വേണം അടിക്കാൻ. അവരെന്ത് ചെയ്തിട്ടാടി പാവങ്ങള്? ചേച്ചി, അവരിൽ ഇങ്ങനത്തെ ഓരോ സ്പെഷ്യൽ ദിവസങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരണേ. വാലന്റൈൻസ് ഡേ പോലും ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. പാട്. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം. അച്ഛാ, അച്ഛാ, അച്ഛാ കൂടുതൽ കളിക്കല്ലേ. അച്ഛാ, അച്ഛാ. ബാലുവേ, പൊൻവീണേ എന്താ നിന്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? കറണ്ട് അടിച്ചത്. കറണ്ട് അടിച്ചാ? പിള്ളേരെക്കാൾ കഷ്ടമാണല്ലോടാ നിന്റെ കാര്യം. ബാക്കി പിള്ളേരൊക്കെ എവിടെയാടാ? നിർത്തടാ തുള്ളല്. നീ എവിടായിരുന്നു ഇതുവരെ? ഞാൻ ഫോൺ റീചാർജ് ചെയ്യാൻ പോയത്. റീചാർജ് ചെയ്തിട്ട് ആരെ വിളിക്കാനാ? എവരാണ് വിളിക്കാൻ ആളില്ലാത്തത്? ഇനിയിപ്പോ ആരെയും വിളിക്കാൻ കിട്ടിയില്ലെങ്കിലേ കസ്റ്റമർ കെയറെ ചേച്ചിമാരെ വിളിച്ചിട്ട് പഞ്ചാര അടിക്കും. ഇത്തിരി കൂടി പോയിട്ടാ. ഓവറാവല്ലേ. നീ കണ്ട ബൊമ്പളുടെ കോളേജിന്റെ വാതിൽ കിടന്ന് കറങ്ങുന്നത് കേട്ടല്ലേ? കോളേജിന്റെ വാതിൽ കിടന്ന് കറങ്ങുന്നത് കേട്ടല്ലെന്ന് നമ്മുടെ കോളേജിന്റെ. ഇതാരാണ് ഈ അബോധം പറഞ്ഞുണ്ടാക്കണത്? ഒന്ന് തിരിഞ്ഞാൽ മതി, അപ്പൊ തന്നെ ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടായിക്കോളും. നിങ്ങൾ മഞ്ഞപ്പത്രക്കാരും കാട്ടി കഷ്ടമുണ്ടാ? ഇതാരാണ് പറഞ്ഞുണ്ടാക്കിയത്? വേറെ ആരും കേശു ശിവൻ. ഹലോ, ഇതാരാണ്? ഹലോ, ഇതാരാണ്? ഞാനാ വിഷ്ണുവാണ്. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഇത് ആരാണ്? അയ്യോ, ഞാൻ ചൂടായതല്ല. എനിക്കിവിടെ 100 കൂട്ടം പണിയുള്ള ഒരു ആളാണ് ഞാൻ. ഭയങ്കര പണി. ഹലോ, ഇത് ആരാണ്? ഇത് പറയൂ. ജൂണാ? ഏത് ജൂൺ? എത്ര ജൂണെന്ന് അറിയാവുന്ന? എനിക്ക് ആ കൂടി എന്റെ അറിവില് ഒരു ജൂണിനെ അറിയാം. ജൂണാ? നിനക്ക് നമ്പർ എവിടെ നിന്ന് കിട്ടി? ഇങ്ങോട്ട് വരാൻ പോണാ? വീട്ടിലെല്ലാരും ഉണ്ട്. നീ ശരിക്കും വരണ്ട? ഓക്കെ, ഞാൻ വാട്സാപ്പിൽ ലൊക്കേഷൻ അയക്കാം. ഓക്കെ, ശരി. അത് ശരി. മുളോട് ചോദിച്ചു അച്ഛൻ ജൂണ് വരണെന്ന്. ജൂൺ വരെ, ഏപ്രിൽ, മാർച്ച് വരെ, സെപ്റ്റംബർ. എന്താ ആ ജൂൺ അല്ലത്. ജൂൺ പിന്നെ വിളിക്കും. സെക്കൻഡ്. ഹലോ ജൂൺ, പറയൂ. ചേട്ടാ പറ, ആരീ ജൂൺ ചേച്ചി? അതൊരു നീണ്ട കഥയാണ് മോളെ. ചേട്ടാ, ഈ നീണ്ട കഥ എന്നൊക്കെ പറഞ്ഞാൽ 15 മാർക്കിന്റെ എസ്സേയുടെ അത്രയും വരൂ? അത്രയും വരൂടാ. എന്നാ പിന്നെ ചേട്ടനൊന്ന് ചുരുക്കി 2 മാർക്കിന്റെ സെന്റൻസ് ആയിട്ട് പറയാൻ പറ്റും? ഇല്ല, പറയാൻ പറ്റില്ല. ചേട്ടാ, അവനെ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ചേട്ടൻ പറയുന്നത് ഒരു 13 തള്ളായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ചേട്ടാ പോവന്നെ, ജൂൺ ചേച്ചിയുടെ കഥ.
ഞാൻ കഥ പറയാം, ബട്ട് അണ്ടർ വൺ കണ്ടീഷൻ. കഥേന്റെ ഇടയിൽ കയറി ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കരുത്, കാരണം കഥയിൽ ചോദ്യമില്ല. ഓ അപ്പൊ കഥേനെ സമ്മതിച്ച്. ഇത് കഥയല്ലടി, ജീവിതമാണ്, ജീവിതം. പറയട്ടാ, ആരേ ഈ ജൂൺ? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജൂണിനെ ആദ്യമായിട്ട് കാണുന്നത്. ചേട്ടാ സ്കൂളിൽ പോയിരുന്ന സമയത്തെന്ന് പറയട്ടാ. ചേട്ടാ സ്കൂളിൽ പോയിരുന്ന പഠിക്കാനല്ലായിരുന്നല്ലോ. ബാക്കി കഥ ഞാൻ പറയുകയാണെങ്കിൽ അടക്കാക്ക ഒരു എന്റെ വായ അടച്ചു നോക്കണം. ശിവ നിർത്തി ചേട്ടാ, ഞാൻ കഥ പറ. ഇങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ജൂണിനെ ആദ്യമായിട്ട് കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ചേട്ടന് ജൂണിനെ ഇഷ്ടമായി. നിനക്ക് എങ്ങനെ മനസ്സിലായടാ? ഇതൊക്കെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരെ കണ്ട അല്ലെങ്കിൽ ചേട്ടനൊരു ഇളക്കമുണ്ടല്ലോ. ഇത് അങ്ങനെയല്ലടാ, ട്രൂ ലവ്, ദിവ്യമായ പ്രണയം. ഞാൻ അവളെ കണ്ട ഉടനെ തന്നെ പോയിട്ട് ഐ ലവ് യു പറഞ്ഞു. സ്പോട്ടിൽ തന്നെ ജൂൺ ചേട്ടനെ കെട്ടിട്ട് ചേർന്നു. ഊഹിച്ചായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആടാ, അവൾ എന്നോട് നോ പറഞ്ഞു. അത് കളിക്ക്. ജൂൺ എടുത്ത ഏറ്റവും ധീരമായ തീരുമാനമായിരിക്കും അത്. എന്നാ നിനക്ക് തെറ്റി. അവൾക്ക് അന്ന് അതിൽ പറഞ്ഞതിന് നല്ല കുറ്റബോധം തോന്നിക്കണം. അതുകൊണ്ടല്ലേ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവൾ എന്നെ കാണാൻ പറഞ്ഞത്. ചേട്ടാ, ചേട്ടനന്ന് ജൂണിനോടെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ചേട്ടനെ അടിച്ചായിരുന്ന? അടിച്ചൊന്നുമില്ല. ഇല്ലല്ലോ. അടിച്ചൊന്നുമില്ല. എങ്കിൽ അന്ന് അടിക്കാത്തതിന്റെ കുറ്റബോധം തീർക്കാനായിരിക്കും ഇന്ന് വരുന്നുണ്ടാവാ. ചേട്ടൻ നല്ല അടി കിട്ടാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിച്ചു നിന്ന്. ഞാൻ പോയായിരുന്നു. പിന്നെ ഇത്തരം വർഷങ്ങൾക്ക് ശേഷം അവളെ എന്നെ വാലന്റൈൻസ് ഡേക്ക് എന്നെ കാണാൻ വരണമെങ്കിൽ അതിനൊരു കൃത്യമായ കാരണം ഉണ്ടായിരിക്കും. അത് ചേട്ടൻ ഉറപ്പിച്ച? പിന്നെ ഉറപ്പിക്കാതെ എടാ, വേറെ എന്ത് കാര്യത്തിനാണ് എന്റെ അമ്മയച്ഛനെ അവള് കാണാൻ പറഞ്ഞത്? എടാ, ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ പെണ്ണിനെ കെട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം, പുണ്യം. പുണ്യം. ഓക്കെ ചേട്ടാ മറ മറ. അച്ഛൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ എല്ലാ സാധനങ്ങളും സേഫ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ജൂൺ വന്ന് പോയതിനു ശേഷം എല്ലാ സാധനങ്ങളും തിരിച്ച് അതാത് സ്ഥലത്ത് ഞാൻ വെച്ചോളാം. വച്ചോളാന്ന് പറഞ്ഞില്ലേ? ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. അച്ഛാ, ഇതൊക്കെ ജൂൺ ചേച്ചിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാ. അച്ഛാ, ഈ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ വരണതിന്റെ ഭാഗമായിട്ട് മോശമായി കിടക്കണ നമ്മൾ റോഡ് നന്നാക്കുമല്ലോ, അതുപോലെ. റോഡ് നാട് നന്നാക്കിയ കാര്യമില്ല, നീ നന്നാവണം, നീ വൃത്തിയായിരിക്കണം. ഞാൻ വൃത്തിയായിട്ട് ഇരിക്കണമെന്ന് ഉദ്ദേശിച്ച് എന്റെ മുടി കട്ട് ചെയ്യണമെന്നാണെങ്കിൽ തെറ്റി. അവൾക്ക് എന്നെയും കാട്ടി കൂടുതൽ ഇഷ്ടം എന്റെ മുടിയാണ്. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വരുന്നത്, ഈ മുടി തലയിലുള്ളതുകൊണ്ട്. അവൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഊഹിച്ചെടുത്ത്. അച്ഛോ, ചേട്ടൻ എല്ലാം തീരുമാനിച്ച മട്ടാ. ഇനി മറ്റേ കല്യാണത്തിന്റെ തീയതിയും കൂടെ ഒന്ന് കുറിച്ച് കൊടുത്താ മതി. അത് യോ മാത്രം വിചാരിച്ചാൽ മതിയാ. പിന്നെ ഞങ്ങൾ അച്ഛനെ നമ്മളിരിക്കണം. അതിപ്പോ അച്ഛന് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പിന്നെ അമ്മയുടെ കാര്യം ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ പുരോഗമനത്തെ കുറിച്ച് സംസാരിക്കെങ്കിലും കാര്യത്തോടെ അടക്കുമ്പോൾ പഴഞ്ചാണ്. പടവലംകാര് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. പടവലംകാര് എന്താടാ പടവലത്തുകാർക്ക് കുഴപ്പം? അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ അമ്മ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അമ്മമ്മ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പടവലംകാരുടെ പ്രതിനിധിയായിട്ട് ജൂണിനെ സ്വീകരിക്കണം. താലപ്പൊലി എടുത്ത് സ്വീകരിക്കാൻ നീ എന്താ അവളെ കല്യാണം കഴിച്ചോണ്ട് വരുവാന്നോ? അപ്പൊ പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാരുടെ കാര്യമല്ലേ. അമ്മുമ്മേ, ആരെതിർത്താലും ചേട്ടൻ ചേച്ചിയെ കെട്ടുവന്ന്. നിനക്കൊന്നും പറയാനില്ലേ? കെട്ടിട്ട് മാമി, അതോടെ നന്നാവണേ നന്നാവട്ടെ. ഓ, നിന്റെ കാര്യത്തിൽ നിന്റെ വീട്ടുകാർ സമ്മതിച്ച പോലെ. എന്ത് അതുകൊണ്ട് ഞാൻ നന്നായില്ലേ? ആ, നന്നായി. അന്നത്തേല് നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഞാൻ വന്നപ്പോഴത്തോട് പറയണമെന്ന് വിചാരിച്ചാ ഇതൊട്ടും ചേരുന്നില്ലല്ലോ. ഷോർട്ട് ഇടായിരുന്നു. എനിക്കും തോന്നി ഇത്തിരി ടൈറ്റ് അല്ലേ? ഇത് എത്ര മാവ് പൂത്തിരിക്കണോക്ക്. അതെ, പിന്നെ നേരത്തെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അത് ചുമ്മാ പറഞ്ഞാണ്ടോ, ശരിക്കൊന്നും ഇല്ല. എടി സത്യമായിട്ടോടി അതിനിപ്പോ ഇവിടെ പേരൻസ് ഒന്നും വാച്ച് ചെയ്യണ്ടല്ലോ. നീ ഇതിന്റെ പൗന്ന് പറയണേ. പേരൻസ് വാച്ച് ചെയ്യണല്ലോ, പക്ഷെ 3 പിള്ളേർ വാച്ച് ചെയ്യണല്ലോ. പിള്ളേർ സാർ വാച്ചിങ് വടമീ. ലച്ചു, ശിവ, ബാ. അവരൊക്കെ വിളിക്കണം, നമുക്ക് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ. നമ്മൾ ഇത്രയും നേരം ഒറ്റയ്ക്ക് സംസാരിച്ച ബോറടിക്കുമല്ലോ വിഷ്ണു. ബോറടിക്കണം, അവര് വേണ്ടെന്നേ. ചേച്ചി, ചേച്ചിക്ക് കവിത കേൾക്കണ്ടേ? ഇവിടെ ആർക്കും കവിത ഒന്നും കേൾക്കണ്ട, നിങ്ങൾ അപ്പുറത്തെല്ലായിടത്തും പോകും. ലച്ചു കവിത ഒക്കെ എഴുതുവോ? പിന്നെ ചേച്ചി ഇവിടുത്തെ ആസ്ഥാന കവിയത്രിയല്ലേ. ചേച്ചി, ചേച്ചി ലേറ്റസ്റ്റ് ആയ കവിത എന്ന് പറഞ്ഞാ സീസൺ തെറ്റിയ മാമ്പഴം. പോടാ, അതും കഴിഞ്ഞ 2 തവണ വേറെ എഴുതി. വായിച്ചിട്ട് കവിത എഴുതിച്ചേരാം. പിന്നെ എന്റെ ഡ്രോയിങ്സ് ഉണ്ട്, അതും കാണിച്ചു തരാം. മൊത്തം കലയാണല്ലോ. പിന്നെ ഒരു കലാ കുടുംബം തന്നെ ഞങ്ങളുടെ. അച്ഛനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കലാകാരൻ. വായിച്ച്
ചേച്ചി ഇപ്പൊ എവിടെയും വരില്ല, നിങ്ങൾ പിള്ളേർന്ന് പോവാന്ന്. ഒന്ന് പോയെന്റെ വിഷ്ണു, ഞാൻ പോയി കേട്ടിട്ട് വരാം. ബൈ ബൈ. എവിടെയാ ഡ്രോയിങ്സ് എവിടെ വെച്ചിരിക്കുന്നത്? റൂമിലാ. വലിയ സംഭവമൊന്നുമില്ല അല്ലേ ചേച്ചി? പടാടുന്നു. ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ചേച്ചി ചേച്ചി ശരിക്കും എന്തിനാ വന്നത്? ഓ ശരി, ഞാൻ അത് പറഞ്ഞില്ലല്ലേ. ഇല്ല, അതിനുവേണ്ടി എത്രയും വെയിറ്റ് ചെയ്തത്. ഷോ അങ്കിളും അമ്മൂമ്മയൊക്കെ എവിടെ? അച്ഛാ, അമ്മമ്മ, എല്ലാരും ദേ Zoom വിളിക്കണേ. അച്ഛാ അച്ഛോ. അച്ഛോ. ആ അതെ, നിങ്ങൾ എല്ലായിടത്തും ജൂണിന് എന്തോ പറയാനുണ്ട്. പറയാനുണ്ട്. അങ്കിൾ ഇരിക്കും. എന്താണ് പറയാനുള്ളത്? അയ്യോ ശരിക്കും ആന്റിയും കൂടെ ഇപ്പൊ ഇവിടെ വേണമായിരുന്നു. അതിനാവശ്യം അമ്മമ്മ ഉണ്ടല്ലോ. അമ്മമ്മ ഇരിക്കും. ഞാൻ എന്റെ കല്യാണം എനിക്കറിയാവോ, ഒരു നാണക്കേടാണ്. മോള് പറ. ഇതാ ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ കല്യാണം. അപ്പോൾ ഡീറ്റെയിൽസ്, ഹാളിൻ്റെ ഡീറ്റെയിൽസും സമയമൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അങ്കിൾ ആൻറ്റീനെയും പാറുക്കുട്ടീനെയും കൂട്ടിയിട്ട് വരണം. നിങ്ങൾ എല്ലാവരും വരണം. വിഷ്ണു, നീ ഒരു 2 ദിവസം നേരത്തെ പോരെ, കുറച്ച് പണിയുണ്ട് അവിടെ. പണിയുണ്ട് കല്യാണത്തിന്റെ. അടിപൊളി. ചേച്ചി വേറെ ആര് വന്നില്ലെങ്കിലും മുടിയൻ ചേട്ടൻ 2 ദിവസം മുമ്പേ അവിടെ കാണും. കാരണം ചേട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നില്ലേ ചേച്ചിയുടെ കല്യാണം. ചേട്ടൻ മാത്രം പോരെ, നിങ്ങൾ എല്ലാവരും വരണം. എടാ 3 കൂട്ടം ബിരിയാണി ഉണ്ട്. നമ്മളെ മോക്കെ ഈ കല്യാണം മോളെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാവട്ടെ. ഓ ഇത് അങ്കിളും പറയണാണോ? എന്റെ അപ്പയുടെ സ്ഥിരം ഡയലോഗാ. മോളെ എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ വഴിത്തിരിവുണ്ട്. ആ ഇതാ ഈ ഇരിക്കുന്ന മാമിയുടെ മോളെ. മാമി പറയട്ടെ, മാമിയുടെ മോളാണ് നീലു. ഞാൻ കെട്ടിക്കൊണ്ട് വന്നു. എന്താ വഴിത്തിരിവായുണ്ട്. ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് അങ്കിൾ, പക്ഷെ കുറെ കല്യാണം ഇനിയും വിളിക്കാനുണ്ട്. അപ്പൊ ഞാനങ്ങ് ഇറങ്ങട്ടെ. അപ്പം പാറുക്കുട്ടീനെ ആന്റീനെ ഒക്കെ കൂട്ടി എല്ലാരും വരണം കേട്ടോ. നേരത്തെ വന്നേക്കണേ. ശരി, വരട്ടെ. ശരി. അല്ല മോളെ കല്യാണ ചെറുക്കന്റെ ഫോട്ടോ ഉണ്ടോ? അത് സർപ്രൈസ്, അത് കല്യാണത്തിന് കാണാൻ പറ്റും. ശരി ശരി, ബൈ ചേച്ചി. ബൈ അമ്മൂമ്മ. ശരി മോളെ. വിഷ്ണു വന്നേക്കണേ. ഇപ്പൊ വന്നു ചോദിച്ചാ പോലെ. നല്ല കൊച്ചല്ലേ, നല്ല ഐശ്വര്യം. ഞാൻ വല്ലാതെ മോഹിച്ചു. അയ്യ എന്തിനു കൊള്ളാടാ, അവനെ കൊണ്ട് കൊള്ളാം. നല്ല ബൊമ്പൊരു കല്യാണം നടത്തി കൊടുക്കാൻ. ഇവിടെ ഒരു ഓഫീസ് റൂം തുറക്കടാ. മാരേജ് പുരോഗമനം പറഞ്ഞിട്ട് ബ്രോക്കർ വിഷ്ണു.